അതിർത്തിയിൽ പാകിസ്ഥാനോടും തീവ്രവാദികളോടും ഏറ്റുമുട്ടുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും രാജ്യത്തിനകത്തുള്ള രാജ്യദ്രോഹികളോടും ഏറ്റുമുട്ടേണ്ട അവസ്ഥയാണ് നമുക്കിപ്പോൾ. അതിൽ പരസ്യമായി ഒരു ഉളുപ്പുമില്ലാതെ രാജ്യവിരുദ്ധ വിഷം തുപ്പിയ ഒരുത്തൻ, അല്ല ഒരുത്തനെന്നോ ഒരുത്തിയോ എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ആ സാധനമാണ് ഇത്. പഹൽഗാമിൽ 26 നിരപരാധികൾ മരിച്ചു വീണപ്പോൾ ഉണ്ടാകാത്ത സഹതാപമാണ് തിരിച്ചടി എന്നോണം തീവ്രവാദി കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു എന്ന് പാകിസ്ഥാൻ നൽകിയ ഫേക്ക് ന്യൂസ് കണ്ടപ്പോൾ ഈ സാധനത്തിന് തോന്നിയത്. സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉണ്ടും മുറങ്ങിയും ജീവിക്കുന്ന ഇതിനെ പോലുള്ളവർക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഇവന്റെ ഉറ്റവരാരെങ്കിലും ഇവന്റെ മുൻപിൽ വെച്ച് കൊല്ലപ്പെടണം. അന്നേരം ഇവറ്റകൾ ഇങ്ങനത്തെ ചെറ്റവർത്താനം പറയാൻ നിൽക്കില്ല. ഇവിടെ ആരാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്? യുദ്ധമുണ്ടായാൽ രണ്ടു ഭാഗത്തും നിരപരാധികളായ കുറെ പേർ മരിച്ചു വീഴുമെന്നതിന് ഒരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ രാജ്യം മുൻകൈയെടുത്ത് ഒരു പ്രകോപനത്തിനും പോയിട്ടില്ല. രാജ്യത്തെ നിരപരാധികൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തടയുകയും തിരിച്ചടിക്കുകയും തന്നെയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഈ കൂട്ടങ്ങൾ തന്നെ നാളെ രാജ്യത്തെ പഴിക്കും. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ രാജ്യദ്രോഹി കൂട്ടങ്ങൾ ഓരോന്ന് പടച്ചുവിടുന്നത്. ഈ സൈബർ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ നിയമപരമായി കർശന നടപടി ഉണ്ടാകുന്നതുവരെ അവർക്കെതിരെ പോരാടുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ജയ് ഹിന്ദ്.